നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 765th day. Today 45th ശ്ലോക of 7th chapter പ്രഥമസ്കന്ധ. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം, ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം. ഇന്ന് 765 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 45ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പ്രതാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 45ാമത്തെ ശ്ലോകം. സ ഏഷ ഭഗവാൻ ദ്രോണ പ്രജാരൂപേണ വർത്തതേ, തസ്യാത്മനോർദ്ധം പത്ന്യാസ്തേ ജ്ഞാനഗാദ്വീരസൂകൃഭി. ഓം തത്സത്. സ ഏഷ ഭഗവാൻ ദ്രോണ പ്രജാരൂപേണ വർത്തതേ, തസ്യാത്മനോർദ്ധം പത്ന്യാസ്തേ ജ്ഞാനഗാദ്വീരസൂകൃഭി. ഓം തത്സത്. സ ഏഷ ഭഗവാൻ ദ്രോണ പ്രജാരൂപേണ വർത്തതേ, തസ്യ ആത്മജൻ തസ്യ ആത്മന അർദ്ധം. ഇങ്ങനെയാണ് ഈ ശ്ലോകം. തസ്യാത്മനോർദ്ധം, തസ്യ ആത്മന അർദ്ധം പത്നി ആസ്തേ ന അന്വഗാത് വീരസു കൃപി. രണ്ടാമത്തെ വരിയിൽ തസ്യ ആത്മന അർദ്ധം പത്നി ആസ്തേ ന അന്വഗാത് വീരസു കൃപി. ഇങ്ങനെയാണ് പിരിക്കേണ്ടത്. ഭഗവാൻ എന്നാൽ ജ്ഞാനപൂർണനായ, ജ്ഞാന പരിപൂർണനായിട്ടുള്ള സ ദ്രോണ, ആ ദ്രോണൻ പ്രജാരൂപേണ, പ്രജ എന്ന രൂപത്തോടു കൂടി, യേശ ഇവനായിട്ട്, വർത്തതേ ഇരിക്കുന്നു, തസ്യ അവൻ്റെ, ആത്മന ശരീരത്തിൻ്റെ, അർദ്ധം അതായത് ദ്രോണരുടെ ശരീരത്തിൻ്റെ, ആത്മനോ ശരീരത്തിൻ്റെ അർദ്ധം പകുതിയായിരിക്കുന്ന പത്നി, പത്നിയും ആസ്തേ ഇരിക്കുന്നു, വീരസു വീരനായ, വീരൻ ആയിട്ടുള്ള പുത്രൻ, പുത്രനോട് കൂടിയ സു എന്നുള്ളത് പുത്രനെയാണ് പറയുന്നത്. വീരസു വീരനായിട്ടുള്ള പുത്രനോട് കൂടിയ കൃപിയും ന അന്വഗാത് അനുഗമിച്ചില്ല. അതായത് ദ്രോണാചാര്യർ ധനുർവേദം പൂർണ്ണമായി അറിഞ്ഞിട്ടുള്ള, എല്ലാ അറിവും പൂർണ്ണമായിട്ടുള്ള ആ ദ്രോണർ പുത്രൻ എന്ന രൂപത്തോടു കൂടി വന്നിട്ടുള്ളതാണ് അശ്വത്ഥാമാവ്. മക്കളെ ആ അച്ഛൻ്റെ പൂർണ്ണസ്വരൂപമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ദ്രോണർ പുത്രൻ എന്ന രൂപത്തെ എടുത്തു വന്നിട്ടുള്ളവനാണ് ഈ അശ്വത്ഥമാവ്. അതുമാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ മാതാവായ കൃപിയും ജീവിച്ചിരിക്കുന്നു. ഒരു ഭർത്താവിൻ്റെ അർദ്ധം പത്നിയാണ്. അതുകൊണ്ട് തന്നെ ഭർത്താവ് മരിച്ച് ചിതയിൽ ചാടുമ്പോൾ ആ കാലത്തൊക്കെ പത്നിമാരും ചിതയിൽ ചാടി മരിച്ചിരുന്നു. എന്നാൽ വീരനായിട്ടുള്ള പുത്രനായിട്ടുള്ള അശ്വത്ഥമാവ് ഉള്ളതുകൊണ്ട് ഈ ഭർത്താവിനോടൊരുമിച്ച് ചിതയിൽ ചാടി മരിക്കാതെ കൃപി ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃപിയെ പതിവ്രത അല്ല എന്ന് പറയാൻ പറ്റില്ല. പതിവ്രതയായിട്ടുള്ള ആ കൃപി തൻ്റെ വീരനായിട്ടുള്ള പുത്രൻ ഉള്ളതുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്നത്. അപ്രകാരമുള്ള അശ്വത്ഥാമാവിനെ ഇങ്ങനെ വരിഞ്ഞു കെട്ടി കൊണ്ടുവരാൻ പാടില്ല എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടി പാഞ്ചാലി ധർമ്മങ്ങളൊക്കെ പറയുകയാണ്. വീരനായിട്ടുള്ള ഈ അശ്വത്ഥാമാവ് ദ്രോണരുടെ തന്നെ രൂപമാണ്. ഈ മകനുള്ളത് കൊണ്ടാണ് ആ അമ്മ ഭർത്താവിൻ്റെ കൂടെ ചിതയിൽ ചാടി മരിക്കാതിരുന്നത്.
എന്നൊക്കെ അർജുനന് ഓർമ്മിപ്പിക്കുകയാണ് പാഞ്ചാലി ഈ ശ്ലോകങ്ങളിലൂടെ. പാഞ്ചാലി പറയുന്നത് സൂതർ എടുത്ത് ശൗനകാദികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് നാം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ദ്രോണരുടെ മഹത്വവും കൃപിയുടെ മഹത്വവും അപ്രകാരമുള്ള അവർക്കുണ്ടായിട്ടുള്ള ഈ പുത്രൻ അതുകൊണ്ട് തന്നെ വധ്യനല്ല, അവനെ അഴിച്ചുവിടൂ എന്ന് പാഞ്ചാലി അഴിച്ചുവിടൂ എന്ന് പറയാനുള്ള കാരണത്തെ പാഞ്ചാലി തന്നെ ഇവിടെ പറഞ്ഞു തരികയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. സ ഏഷ ഭഗവാൻ ദ്രോണ പ്രജാരൂപേണ വർത്തതേ തസ്യാത്മനോർദ്ധം പത്ന്യാസ്തേ നാനഘാത് വീരസുകൃപി. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.